കണ്ണൂർ ആറളം ഫാമിൽ കാട്ടാന ആക്രമണത്തിൽ ആദിവാസി ദമ്പതികൾക്ക് ദാരുണാന്ത്യം. 13-ാം ബ്ലോക്കിലെ വെള്ളി, ഭാര്യ ലീല എന്നിവരാണ് മരിച്ചത്. മൃതദേഹങ്ങൾ ആശുപത്രിയിലേക്ക് മാറ്റാനെത്തിച്ച ആംബുലൻസ് ജനപ്രതിനിധികളും നാട്ടുകാരും ചേർന്ന് തടയുകയായിരുന്നു. സജോ ദേവസ്യുണ്ട് ഇപ്പോൾ ആറളം ഫാമിൽ നിന്ന്. സജോ, ഈ സബ് കളക്ടർ എത്തി മടങ്ങിയിട്ടുണ്ടല്ലോ, എന്തെങ്കിലും ഒരു തീരുമാനമായിട്ടുണ്ടോ ഈ ആംബുലൻസുകൾ? ഇപ്പോഴും ഇവിടെ പ്രതിഷേധം തുടരുകയാണ്. ഇതുവരെ ഈ മൃതദേഹങ്ങൾ ആംബുലൻസിലാണുള്ളത്. 2 മൃതദേഹങ്ങളും വിട്ടു നൽകുന്നതിന് നാട്ടുകാർ പൂർണ്ണമായും വഴങ്ങിയിട്ടില്ല. പക്ഷേ ഉടൻ തന്നെ പരമാവധി ചർച്ച നടത്തിയ ആളുകളെ അനുനയിപ്പിച്ച്, അതായത് ബലപ്രയോഗത്തിലൂടെ അല്ലാതെ ഇവിടെ നിന്ന് നീക്കുക എന്നതാണ്. പോലീസ് അതിനുവേണ്ടിയുള്ള ശ്രമം തുടരുകയാണ്. സബ് കളക്ടർ ഉൾപ്പെടെയുള്ള സംഘം ഇവിടെ നിന്ന് മടങ്ങിയിട്ടുണ്ട്. നേരത്തെ സബ് കളക്ടർ, ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഒക്കെ ചേർന്നുള്ള ഒരു സംയുക്ത ചർച്ച സംഘടിപ്പിച്ചിരുന്നു. ആ ചർച്ചയിൽ പ്രധാനമായും തീരുമാനിച്ചത് നാളെ സർവകക്ഷി യോഗം ആറളം പഞ്ചായത്ത് ഓഫീസിൽ വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ വിളിച്ച് ആറളം പഞ്ചായത്ത് ഓഫീസിൽ സർവകക്ഷി യോഗം ചേരും. നമ്മളോടൊപ്പം ആറളം പഞ്ചായത്ത് പ്രസിഡന്റ് കൂടി ചേരുന്നുണ്ട്. അതായത് നാളെ സർവകക്ഷി യോഗം ആറളം എങ്ങനെയാണ്, എന്താണ് അതിലൊരു തീരുമാനം? മന്ത്രി അറിയിച്ചിട്ടുള്ളത് നാളെ 3 മണിക്ക് മന്ത്രി ഇവിടെ എത്തും. അപ്പോൾ അവിടുന്ന് ആവശ്യമായിട്ടുള്ള തീരുമാനം എടുക്കാം. ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കും എന്ന് തന്നെയാണ് മന്ത്രി നമുക്ക് ഉറപ്പ് നൽകിയിട്ടുള്ളത്. അതിവിടെ അറിയിച്ചിട്ടുണ്ട്. അതായത് അവിടെ സർവകക്ഷി യോഗം ചേരും, അതിനുശേഷം ഇവിടെ വിസിറ്റ് ചെയ്യും. മന്ത്രി അല്ലാതെ ഇങ്ങനെ ഒരു അപകടം ഉണ്ടായി മന്ത്രി ആറളം ഫാമിലെത്തി വിസിറ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ചെയ്യും. ഇത് വിഷയം ദാരുണമാണ്, മന്ത്രിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് നമ്മളോടൊപ്പം ആറളം പഞ്ചായത്ത് പ്രസിഡന്റാണ് ചേർന്നത്. അദ്ദേഹം പറയുന്നത്, അതായത് മന്ത്രി നേരിട്ട് ഫാമിലേക്ക് എത്തും. ഒപ്പം ഇവിടെ ഉന്നയിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ, അതായത് പ്രധാനമായും ഇവിടെയുള്ള ആളുകളുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഉറപ്പാക്കുക, ആനമതിൽ നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിക്കുക, കൂടുതൽ ഫെൻസിംഗ് ഉറപ്പാക്കുക, അങ്ങനെ ഈ മേഖലയിലെ വന്യജീവി പ്രശ്നങ്ങൾ, അതായത് 8 വർഷത്തിനിടെ 20ഓളം ജീവനുകൾ പൊലിഞ്ഞിട്ടുണ്ട്, അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിക്കുക, ആളുകളുടെ ആശങ്കയെ കേൾക്കുക എന്നതടക്കം ഇവിടുത്തെ അടിയന്തരമായി ചെയ്യേണ്ട കർമ്മപദ്ധതികൾ തയ്യാറാക്കുക, അത് വേഗത്തിൽ നടപ്പിലാക്കുക എന്നതാണ്. നമുക്ക് ഇവിടെ നിൽക്കുന്നതിന് തൊട്ടുപുറകിൽ ഈ 2 ആംബുലൻസുകളും ഇപ്പോഴുമുണ്ട്. അതായത് പോലീസ് സംഘം ഇവിടെ നിന്ന് ആംബുലൻസുകൾ പുറത്തേക്ക് ഇറക്കുക, അതായത് ഇവിടെ നിന്ന് ആംബുലൻസ് പുറത്തേക്ക് ഇറക്കി അതിനുശേഷം പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് എത്തിക്കുക, അതിനുശേഷം അവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചാണ് പിന്നീട് മൃതദേഹം വിട്ടു നൽകേണ്ടത്. അത്തരമൊരു സാഹചര്യത്തിൽ അവർ പറയുന്നത്, ഇത്തരമൊരു പ്രതിഷേധത്തിലേക്ക് പോകുന്നതിന്റെ കാരണം തുടർച്ചയായി ഇങ്ങനെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. അതിന്റെ കാരണം എന്നത് ഇങ്ങനെ ദാരുണമായ ദുരന്തങ്ങൾ, അപകടങ്ങൾ, മനുഷ്യജീവൻ പൊലിയുന്ന സംഭവങ്ങൾ, കാട്ടാന ആക്രമണത്തിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ വന്യജീവി ആക്രമണങ്ങൾ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് ആവർത്തിക്കുന്നു. അതിനൊരു പരിഹാരവും ഉണ്ടാകുന്നില്ല എന്നാണ്. മറ്റൊന്ന്, ആറളം ഫാം എന്നത് ആറളം ഫാമിലെ പകുതി സ്ഥലം, അതായത് 3500 ഏക്കറോളം സ്ഥലം ആദിവാസി പുനരധിവാസത്തിന് വേണ്ടി മാത്രം നീക്കിവെക്കുകയും അത് അവർക്ക് വേണ്ടി പതിച്ചു നൽകിയൊരു ഭൂമിയാണ്. പക്ഷേ പുനരധിവാസ മേഖലയിൽ മാത്രം 50ലധികം കാട്ടാനകൾ തമ്പടിക്കുന്നു. രാവെന്നോ പകലെന്നോ ഭേദമില്ലാതെ കൃഷിഭൂമിയിലേക്ക് എത്തുന്നു. അവിടെ തൊഴിലിൽ ഏർപ്പെടുന്ന, കൃഷിപ്പണികളിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് അവിടെ സുരക്ഷിതമായി ധൈര്യത്തോടുകൂടി പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. നേരം ഇരുളുമ്പോഴായിരുന്നു ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടായിരുന്നത്. ഇപ്പോൾ പക്ഷേ ഈ സംഭവത്തിലാണെങ്കിൽ പകൽ സമയത്താണ് ഇത് സംഭവിക്കുന്നത്. അവർ കശുവണ്ടി ശേഖരിക്കാൻ പോയ 2 വയോധികരാണ്, അവരുടെ മക്കളുണ്ട്, കുടുംബമുണ്ട്. അങ്ങനെ ആളുകൾ, കുടുംബം അനാഥമാകുന്നു. ആളുകൾക്ക് ഇവിടെ സ്വൈര്യമായി, സ്വസ്ഥമായി, ധൈര്യസമേതം ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു എന്നതാണ്. നേരത്തെ കളക്ടർ തന്നെ സംഭവസ്ഥലത്ത് വരണം എന്തായിരുന്നു അവരുടെ ആവശ്യം. അതിനു പകരം സബ് കളക്ടറെ സംഭവസ്ഥലത്തേക്ക് എത്തിക്കുകയും ആളുകളോട് ഈ ഉറപ്പുകൾ നേരിട്ട് പ്രഖ്യാപിക്കുകയും സബ് കളക്ടർ നേരിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഒരു പരിധിവരെ ആളുകൾ ആദ്യഘട്ടത്തിൽ ഒരു വിഭാഗം ആളുകൾ വഴങ്ങാൻ തയ്യാറായി എങ്കിൽ കൂടിയും വലിയ പ്രതിഷേധം, അതായത് ആളുകളെ സംബന്ധിച്ച് അവരുടെ വൈകാരികമായ പ്രതിഷേധം ഉണ്ടാകുന്നുണ്ട്. അതിന് ന്യായവുമുണ്ട്. പക്ഷേ അപ്പോഴും 2 മൃതദേഹങ്ങൾ വളരെ വേഗത്തിൽ തന്നെ ഇവിടെ നിന്ന് നീക്കം ചെയ്യേണ്ടതുണ്ട് എന്നതൊരു പ്രശ്നമായി നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് 13-ാം ബ്ലോക്കാണ്. 13-ാം ബ്ലോക്ക് മാത്രമല്ല, ഈ ബ്ലോക്കിലെ വിവിധയിടങ്ങളിൽ, പ്രത്യേകിച്ച് ആറളം ഫാം സ്കൂളടക്കം പ്രവർത്തിക്കുന്ന മേഖലയുണ്ട്. ആ ഫാം സ്കൂളിന്റെ മതിലടക്കം കാട്ടാന തകർക്കുന്ന സാഹചര്യമുണ്ടായി. ആന മതിൽ സംബന്ധിച്ചുള്ള പദ്ധതി പ്രഖ്യാപനം 3 വർഷം മുൻപേ യഥാർത്ഥത്തിൽ ഉണ്ടായതാണ്. അതിന്റെ പ്രവർത്തികൾ ആരംഭിച്ചു. ഭാഗികമായി അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അതിന്റെ കരാർ പ്രവൃത്തികൾ ഇഴയുകയാണ്. അത് പൂർത്തീകരിക്കേണ്ടതുണ്ട്. അത് കൂടാതെ ഫാമിന് അത് മുഴുവൻ പൂർത്തീകരിക്കുക, പിന്നീട് ചുറ്റുവട്ടം, ജനവാസ മേഖലയ്ക്ക് ചുറ്റുവട്ടവും ഫെൻസിംഗ് ഉറപ്പാക്കുകയും ഫാമിനകത്ത്, അഥവാ പുനരധിവാസ മേഖലയ്ക്ക് അകത്ത് തമ്പടിച്ച ആനകളെ വനത്തിലേക്ക് പൂർണ്ണമായും തുരത്തുകയും ചെയ്താൽ മാത്രമേ ഒരു സുരക്ഷ എന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു പരിപൂർണമായ ഉറപ്പിലേക്കൊക്കെ പോകാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ അപകടം ക്ഷണിച്ചു വരുത്തിയിരിക്കുകയാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഫാമിനകത്ത് തന്നെ, ജനവാസ മേഖലയിൽ തന്നെ കാട്ടാനകൾ തുടരുന്നു. അവ വനത്തിലേക്ക് തിരികെ പോകുന്നില്ല എന്ന സാഹചര്യം, എപ്പോൾ വേണമെങ്കിലും കൂടുതൽ ആളുകൾ അപകടത്തിൽപ്പെടാനുള്ള ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ സുരക്ഷാ മുൻകരുതൽ എന്ന നിലയ്ക്ക് എടുക്കാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് പക്ഷേ ഉണ്ടാകുന്നില്ല എന്നതാണ് നാട്ടുകാരുടെ ഒരു പ്രധാനപ്പെട്ട പരാതി. അതുകൊണ്ടാണ് ഇപ്പോഴും വലിയ പോലീസ് സന്നാഹം സംഭവ സ്ഥലത്തുണ്ട്. ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കമുണ്ട്. അവർക്ക് ഇപ്പോഴും ആംബുലൻസ് ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് കൂടി പോകാം എന്ന് കരുതുകയാണ്. കാരണം ഇപ്പോഴും ഈ 2 ആംബുലൻസുകൾ, അതായത് മൃതദേഹങ്ങൾ ഈ 2 ആംബുലൻസുകളിലായാണ് ഉള്ളത്. ഇവിടെ നിന്ന്
വിട്ടു നൽകാൻ അവർ തയ്യാറായിട്ടില്ല. ഇരിട്ടി ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ള പോലീസ് സംഘം ഇപ്പോഴും സ്ഥലത്തുണ്ട്. ആളുകളുടെ പ്രതിഷേധം, അതായത് ഇവിടെയുള്ള പുനരധിവാസ മേഖലയിലുള്ള ജനങ്ങളുടെ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. അവരെ അനുനയിപ്പിക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്നും തുടരുകയും ചെയ്യുന്നു. സബ് കളക്ടർ ഉൾപ്പെടെയുള്ള സംഘം ഇവിടെ നിന്ന് മടങ്ങിപ്പോയിട്ടുണ്ട്. ഒപ്പം നാളെ UDF-ഉം BJP-യും ആറളം പഞ്ചായത്തിൽ ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവരുടെ പ്രതിഷേധവും തുടരുന്നുണ്ട്. അതിനിടെ സർവകക്ഷി യോഗവും വൈകിട്ട് 3 മണിക്ക് വനം മന്ത്രിയുടെ സന്ദർശനവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും. ഇപ്പോഴും ആളുകൾ അവരുടെ പ്രതിഷേധം ഇവിടെ തുടരുന്നു. അവരെ അനുനയിപ്പിക്കാനുള്ള ശ്രമം പോലീസിന്റെ അടക്കം ഭാഗത്ത് നിന്ന് തുടരുകയും ചെയ്യുകയാണ്. ഉന്മേഷ്, ആംബുലൻസ് ഇതുവരെ അവിടെ നിന്ന് നീക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. നാളെ സർവകക്ഷി യോഗം ചേരുന്ന കാര്യങ്ങളടക്കം അറിയിച്ചിട്ടും വലിയ പ്രതിഷേധത്തിൽ തന്നെയാണ് അവിടെ ആറളം ഫാമിൽ അവർ. സജു ദിവസിയാണ് വിവരങ്ങൾ നൽകിയത്.